ഇന്ന് നമുക്ക് നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. മഴക്കാലത്തൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചിക്കൻ 2 എണ്ണം, സ്വീറ്റ് കോൺ 1 കപ്പ്, പെപ്പർ പൗഡർ, കോൺഫ്ലോർ, സോൾട്ട്, പെപ്പർ, ഒനിയൻ, ഗാർലിക്, 1 എഗ് വൈറ്റ്. ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ചിക്കനും ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ നന്നായി കുക്കായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം സ്വീറ്റ് കോൺ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്വീറ്റ് കോൺ ഒരു പാനിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. സ്വീറ്റ് കോൺ കുക്കായതിനു ശേഷം നമുക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച സ്വീറ്റ് കോണും പേസ്റ്റ് ആക്കാത്ത സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കാം. സൂപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൂപ്പ് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കണം. അതിനായിട്ട് കോൺഫ്ലോറിലേക്ക് അതിൻ്റെ സെയിം അളവിലുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സൂപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച കോൺ സ്റ്റാർച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എഗ് വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ കോൺ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.